ആര്യൻ ഖന്ന എന്ന ബോളിവുഡ് സൂപ്പർ സ്റ്റാറിന്റെ ഏറ്റവും വലിയ ഡൈഹാർഡ് ഫാനായിരുന്നു നമ്മുടെ ഗൗരവ്. കാഴ്ചയിൽ ആര്യൻ ഖന്നയുടെ രൂപസാദൃശ്യം ഉള്ളതുകൊണ്ട് എല്ലാവരും ഇവനെ ജൂനിയർ ആര്യൻ ഖന്ന എന്നാണ് വിളിക്കാറ്. ഒരു ഇന്റർനെറ്റ് കഫേ നടത്തുന്ന ഗൗരവ് ഒഴിവു സമയങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട ആര്യൻ ഖന്നയുടെ മാനറിസം ഒക്കെ ഇട്ട് സ്റ്റേജ് ഷോകളിൽ അഭിനയിക്കാറുണ്ട്. ആര്യൻ ഖന്നയ്ക്ക് ഒരുപാട് ഗേൾ ഫാൻസ് ഉള്ളതുപോലെ അവന്റെ നാട്ടിൽ അവനും ഒരുപാട് ആരാധികമാരുണ്ട്. അങ്ങനെ ആര്യൻ ഖന്നയോടുള്ള ഭ്രാന്തമായ ആരാധന മൂലം ജയിച്ചു കിട്ടിയ ട്രോഫിയുമായി ഗൗരവ് ആര്യൻ ഖന്നയെ കാണാൻ വേണ്ടിയുള്ള യാത്ര തുടങ്ങി. ടിക്കറ്റ് എടുക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിലും ആര്യൻ ഖന്ന പണ്ട് കള്ളവണ്ടി കയറി പോയിട്ടാണ് രക്ഷപ്പെട്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഇവനും അതുപോലെ പോവാനൊരുങ്ങി. എന്നാൽ പകുതിക്ക് വെച്ച് ഇവനെ ടി കൈയോടെ പൊക്കി. രക്ഷപ്പെടാൻ വേണ്ടി ടിക്കറ്റിനേക്കാൾ 4 ഇരട്ടി പൈസ ഇവൻ കൈക്കൂലിയായി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ പൈസയ്ക്ക് നിനക്ക് ടിക്കറ്റ് എടുത്തുകൂടാ എന്ന് ചോദിച്ച് ടി ദേഷ്യപ്പെട്ടപ്പോൾ ഇവൻ ടിക്കറ്റ് എടുക്കാതെ എന്നെ പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ചാടി ചാവും എന്നും പറഞ്ഞ് ഡോറിന്റെ അവിടെ തൂങ്ങിക്കിടന്നു. വേറെ വഴിയില്ലാതെ അവരത് സമ്മതിച്ചു. അങ്ങനെ അവൻ കള്ളവണ്ടി കയറി ആര്യൻ ഖന്നയെ നേരിട്ട് കണ്ടു. പക്ഷേ തിരക്കിന്റെ ഇടയിൽ അവന് ശ്രദ്ധ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആര്യൻ ഖന്ന എന്ത് പറഞ്ഞാലും അതുപോലെ ഏത് സിനിമയിൽ അഭിനയിച്ചാലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന സിദ് കപൂർ എന്ന നടനെ കുറിച്ച് ഗൗരവ് കേൾക്കുന്നത്. അതുകൊണ്ട് അങ്ങേർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ഞാൻ താങ്കളുടെ ഏറ്റവും വലിയ ആരാധകനാണ് എന്നും പറഞ്ഞ് ഗൗരവ് അയാളുടെ ക്യാരവാനിൽ കയറിപ്പറ്റി. ഇതുവരെ ആര്യൻ ഖന്നയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു അതിനൊക്കെ ചേർത്ത് അവൻ അയാളെ അതിൻ്റെ അകത്ത് വെച്ച് പഞ്ഞി കിട്ടു. എന്നിട്ട് ഞാൻ ആര്യൻ ഖന്നയെ കുറിച്ച് മോശമായി പറഞ്ഞ എല്ലാ കാര്യത്തിനും മാപ്പ് എന്ന് അവനെ കൊണ്ട് പറയിച്ചിട്ട് അതൊരു വീഡിയോ ആക്കി നെറ്റിൽ അപ്ലോഡ് ചെയ്തു. PA വഴി ആ വീഡിയോ ആര്യൻ ഖന്നെ കണ്ടിട്ട് ഗൗരവിനെ വിളിക്കുകയും ചെയ്തു. അയാളുടെ സൗണ്ട് കേട്ടപ്പോൾ ഹാർഡ് കോർ ഫാൻ ആയിരുന്ന ഗൗരവിന്റെ കിളി അപ്പോൾ തന്നെ പോയി. താങ്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തത്, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ് എന്നൊക്കെ അത്ഭുതത്തോടെ ഗൗരവ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഡ്രൈവർ ഇപ്പോൾ അവിടെ വരും, താൻ അവരുടെ കൂടെ ഇങ്ങ് വരുമെന്ന് ആര്യൻ ഖന്ന ഗൗരവിനോട് പറഞ്ഞത്. പക്ഷെ അവനെ കൊണ്ടുപോയത് സൽക്കരിക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല, കാണിച്ച പ്രവൃത്തിക്ക് നല്ല ചിമിട്ടൻ അടി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. രാത്രിയായപ്പോൾ അടികൊണ്ട് അവശനായി കിടന്ന ഗൗരവിന്റെ മുമ്പിലേക്ക് ആര്യൻ ഖന്ന പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്റെ ഇമേജ് നശിപ്പിക്കാൻ നോക്കിയാൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടുന്ന് പോയി. അതോടുകൂടി അവന്റെ ഫാനിസം അങ്ങ് അവസാനിച്ചു. പിന്നീട് അയാളോട് തീർത്താതിരാത്ത പകയായിരുന്നു തോന്നിയത്. അതുകൊണ്ട് ലണ്ടനിൽ ആര്യൻ ഖന്നയോട് സ്റ്റാച്ചു കാണുന്ന ആൾക്കാരുടെ മുമ്പിൽ ഗൗരവ് മോശമായി സംസാരിച്ചു. കുറെ ആൾക്കാരെ അടിക്കുകയും വേറെ കുറച്ച് പേരെ അപായപ്പെടുത്താനും നോക്കി. ആര്യൻ ഖന്നയുടെ രൂപസാദൃശ്യം ഉള്ളതുകൊണ്ട് ഇത് റിയൽ ആര്യൻ ഖന്നയാണ് ചെയ്തത് എന്ന് തെറ്റിദ്ധരിച്ച് ലണ്ടനിലെ പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്തു. ഞാനല്ല ഇതൊക്കെ ചെയ്തത് എന്ന് പറയാൻ ശ്രമിച്ചിട്ടും അവർ അംഗീകരിച്ചില്ല. ജയിലിലായെങ്കിലും തന്റെ പിടിപാട് ഉപയോഗിച്ച് ആര്യൻ ഖന്ന പുറത്തു വന്നു. എന്നിട്ട് എക്സ്പെൻസീവായ അടുത്ത ഒരു സ്റ്റേജ് ഷോ പെർഫോം ചെയ്യാൻ പോയി. എവിടെ പോയാലും പെൺകുട്ടികളെ കയ്യിലെടുക്കുന്ന ആര്യൻ ഖന്ന ഇത്തവണ പതിവ് തെറ്റിച്ചില്ല. പക്ഷെ ഇത്തവണ അവന്റെ പകരം സ്റ്റേജിൽ ഉണ്ടായിരുന്നത് ഗൗരവായിരുന്നു. അവൻ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറി. ഇറങ്ങിപ്പോയി. ഈ കാര്യമൊക്കെ അവള് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവൻ അപ്പോഴേക്കും അപ്രത്യക്ഷനായി. കൃത്യസമയത്ത് പണി മേടിക്കാനായി ആര്യൻ ഖന്ന അവിടേക്ക് ഓടിയെത്തുകയും ചെയ്തു. വൺ ബിസിനസ്മാനായ അവളുടെ അച്ഛൻ അപ്പോൾ തന്നെ ആര്യൻ ഖന്നയെ ഗെട്ടൗട്ടടിച്ചു. ഗൗരവിന്റെ പക അപ്പോഴും തീർന്നിട്ടില്ലായിരുന്നു. ആര്യൻ ഖന്ന എന്ന് പറഞ്ഞ് സെക്യൂരിറ്റീസ് ഒക്കെ മറികടന്ന് അവന്റെ വീട്ടിൽ കയറി. സ്മെല്ലടിച്ചപ്പോഴേ ഇത് ആര്യനല്ല എന്ന് അവന്റെ വൈഫിന് മനസ്സിലായി. എന്നാൽ ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടി അവനെ റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് തോക്കെടുത്ത് വന്നപ്പോൾ ഉറങ്ങിക്കിടന്ന അവളുടെ മോളെ അവൻ കൈക്കലാക്കി. അത് കണ്ട് അവൾ ഷോക്കാൻ നിന്നപ്പോൾ തോക്ക് പിടിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ നിന്റെ ഭർത്താവിന്റെ വലിയ ഫാൻ ആയിരുന്നു അറിയാമോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് അവിടെയുള്ള സാധനങ്ങൾ മൊത്തം ഗൗരവ് അടിച്ചു പൊട്ടിച്ചു.